ഹലോ ഫ്രണ്ട്സ്, ഈ തുള്ളിച്ചാട്ടം എന്താണെന്നോ? അടിച്ചു മക്കളെ ലോട്ടറി. ഞങ്ങളവിടെ എൻ്റർപ്രൈസിലാണ് ബെൽഫാസ്റ്റിൽ ചെന്നിറങ്ങിയപ്പോൾ ബെൽഫാസ്റ്റ് കാണാനായിട്ട് വണ്ടി ബുക്ക് ചെയ്തത്. 7 സീറ്ററേ ബുക്ക് ചെയ്തിരുന്നുള്ളൂ. അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതോ 9 സീറ്റർ. എന്താണെന്നോ? അവർക്ക് 7 സീറ്റർ അവൈലബിൾ അല്ല. പൈസയോ 7 സീറ്ററിൻ്റെ കൊടുത്താൽ മതി. ഇതുണ്ടാക്കി വെച്ചിട്ട് ഈ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ട് 3-4 ദിവസമായി. പക്ഷേ എൻ്റെ കയ്യിലിരിപ്പിൻ്റെ മോശം കൊണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു ഒരാൾ. അത് വോക്കൽ കോഡിന് ബാക്ടീരിയ ആയിരുന്നു കേട്ടോ, വേറെ ആരുമല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി 9 സീറ്റർ വണ്ടിയിൽ വിശന്ന് കുത്തി നടന്ന് അവിടെ ഒരു KFC കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറി. അവിടെ ചെന്നപ്പോഴോ ചൊവ്വായിൽ മലയാളി ഉണ്ടെന്ന് പറഞ്ഞാൽ ആണ്ട നിൽക്കുന്നു. അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് അവിടെ കയറി ആക്രാന്തം പിടിച്ച് ഞങ്ങൾ കിട്ടിയതൊക്കെ വാരി വലിച്ചു നിന്ന് ചീറിപ്പാഞ്ഞു പോവുകയാണ്. എങ്ങോട്ടാണെന്നോ? ഞങ്ങളൊരു കൊച്ചു വീട് അവിടെ എടുത്തിട്ടുണ്ടെന്നേ, അതും കൂടെ കണ്ടേച്ച് നമുക്ക് താഴോട്ടിറങ്ങാം. 18-ാം പടി ചവിട്ടി നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് കയറുകയാണ്. ഒരു ചെറിയ ആശങ്കയൊക്കെ ഇല്ലാതെ ഇല്ല കേട്ടോ. വീടെങ്ങനെയാണെന്നൊക്കെ നമുക്കൊരു ഇത് കാണുമല്ലോ. ചെന്ന് കയറി തുറന്നതും നമുക്ക് നല്ല സന്തോഷം. നല്ല സുന്ദരി ഒരു വീട്. അപ്പോൾ പിന്നെ നമുക്ക് സന്തോഷം തോന്നത്തില്ലേ? പിന്നെ ഹീറ്ററൊക്കെ ശരിയാക്കുന്ന തിരക്കിലാണ് ചിലർ. കണ്ടോ, വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ലോഞ്ച്. അത് കണ്ടപ്പോൾ തന്നെ ഒരു കുളിർമ. പിന്നെ വോളിബോൾ കളിക്കാൻ പറ്റിയ ഒരു കിച്ചൺ. നമ്മൾ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ബ്രെഡൊക്കെയായാലും ചുട്ട് തിന്നാമല്ലോ. ബ്രെഡ് പാലെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചുട്ട് തിന്നാം. പിന്നെ 2 ബെഡ്റൂമില്ല, ഒരു ബെഡ്റൂമിലാണിത്. 2 ബെഡുണ്ട്. അതിനകത്ത് അപ്പനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം കിടക്കാം. സൂപ്പറാണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിനോടനുബന്ധിച്ചൊരു ടോയ്ലറ്റ്. പിന്നെ ഇപ്പുറത്തൊരു ഡബിൾ ബെഡുണ്ട്. കളി കോടായത് നോക്കിക്കേ. എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തിയും മെനയും ഒക്കെ ഉണ്ട്. അതാണല്ലോ നമുക്ക് വേണ്ടതും അല്ലേ? നല്ല വ്യൂവും. അപ്പം എങ്ങനെയുണ്ട്? അതിനും ഒരു ടോയ്ലറ്റ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളങ്ങ് പോരുതേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. പോകുന്ന വഴിക്ക് ബെല്ലൈക്കണേലും കൂടി ഒന്ന് ഞെക്കിക്കോ. പിന്നെ ഞങ്ങൾ 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് പോയത് ബെൽഫാസ്റ്റ് കാസിലാണ്. അത് തൊട്ടടുത്തായിരുന്നു, നമ്മളെടുത്ത വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. നല്ല സൂപ്പറാണ്. പക്ഷേ അതിനകത്തോട്ട് ഇപ്പോൾ കയറ്റത്തില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതുകൊണ്ടോ പിള്ളേരൊക്കെ ഇപ്പോൾ പീരങ്കിയുടെ മുകളിലിരുന്നാണ് കളിക്കുന്നത്. കാലം പോയ പോക്കേ. അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ കേട്ടോ, അതിൻ്റെ ചുറ്റുപാടുമാണ് ഈ കാണുന്നതൊക്കെ. അങ്ങൊരു സാധനം കണ്ടോ? അതൊരു ബോട്ടാണ്. അതൊരു കടലിടുക്ക് ആണെന്നാണ് അവിടെ പറഞ്ഞത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്ന് അത് നോക്കാനായിട്ട്. പിന്നെ ചെറിയൊരു മൂടലും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ പുറകുവശമാണിത് വന്ന് അവിടെ ഒരു ചെറിയ ഫൗണ്ടനുണ്ട്. മടുക്കുമ്പോൾ അത്തേ കയറിയിരിക്കും. വീണ്ടും അതിലെല്ലാം നടക്കും. പിന്നെയും ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരും ഞങ്ങൾ. അതായിരുന്നു ഞങ്ങളുടെ പണി. എൻ്റെ അമ്മോ, വല്ലപ്പോഴുമൊക്കെ നമുക്കും വേണ്ടേ അല്ലേ ഒരു സന്തോഷം? ഇതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം. നമ്മുടെ ജീവിതത്തിലെ ഓർമ്മക്കുറിപ്പിൽ ഒരു തിലകക്കുറിയായിട്ട് കിടക്കട്ടെന്നേ ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ. അങ്ങനെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കാശിലാണെന്നും പറഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷേ കോഫിയും ഒക്കെയുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, അങ്ങകത്ത് ഒരു മണിച്ചിത്രത്താഴ് ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. അങ്ങോട്ട് കയറിയല്ല. അങ്ങനെ പിന്നെ ഫോട്ടോ സെക്ഷൻ്റെ കള്ളിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, വരുന്നവർ കണ്ട അപ്പുറത്തൂടെ അങ്ങ് പൊക്കോളും. അല്ലാതെ അവിടെ ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? അപ്പം ഞാനും പോയിരുന്നു. ഒരു ഫോട്ടോ ഒക്കെ ആകാവുന്നേ നമുക്കും. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലൊരു രസം അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്. നമ്മൾ ചുമ്മാ ഇരുന്നാൽ പോരാ. നമുക്കും ജീവിതത്തിൽ സന്തോഷങ്ങളൊക്കെ വേണ്ടേ അല്ലേ? അങ്ങനെ നമ്മൾ സന്തോഷിച്ച് ഫോട്ടോയും ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങ് നടക്കുകയാണ് കേട്ടോ. എല്ലാവരും വന്ന് ആ കടലിടുക്കിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഭയങ്കര ശാന്തതയാണേ. അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നടന്ന് നടന്ന് മടുക്കുവാണ്. കുറേ സമയമായി നടപ്പ് തുടങ്ങിയിട്ട്. ഏതാണ്ട് 3:30 ആയപ്പോൾ നടപ്പങ്ങ് തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. അത് ഒരു വശത്തെ ഗാർഡനെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് പോയി കേട്ടോ. അവിടെയാണെങ്കിൽ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഉയ്യോ, നല്ല രസമുള്ള പൂന്ന് കണ്ടോ. കോൾഗേറ്റിൻ്റെ പരസ്യം പോലെയും മോഡലിംഗ് പോലെയൊക്കെ പിള്ളേർ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെന്ത് ചെയ്തു, അവിടെ നിന്നും കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് പിന്നെ കാണാനല്ലേ. പിന്നെ ഞങ്ങൾ മടുക്കും കേട്ടോ. മടന്ന് കഴിയുമ്പോൾ ഇവിടെ വന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ സ്റ്റെപ്പ് കയറി ചെന്നു. ചുമ്മാ നടപ്പാണ്. എല്ലാവരെയും ഇറക്കി വിട്ടേച്ച് ഞാൻ തന്നെ നിന്നു. അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എടുത്തൊന്നും ചാടിയല്ലോ കേട്ടോ. തൽക്കാലം ഇപ്പം ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല. കുറേ നാളും കൂടിയൊക്കെ എങ്ങനെയായാലും നമുക്ക് ചിരിച്ച് കളിച്ച് പോകണമല്ലോ. അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു.
അവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നത് തന്നെ ഒരു വൻ സങ്കേതം എടുത്ത് പോകുന്നുണ്ട്. പിന്നെ തൊട്ടടുത്തൊരു അസ്ഥയുണ്ട്. അവിടെ ചെന്ന് നമുക്ക് ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ വേണമല്ലോ. നമ്മുടെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് വൈകിട്ട് വല്ലതും തിന്നണ്ടേ? ചുമ്മാ നടന്നാൽ മതിയോ? മക്ഡൊണാൾഡ്സിൽ കയറിയതും പിള്ളേർ കളി തുടങ്ങി. എവിടെ ചെന്നാലും മുതലാക്കുക. പിന്നെ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ പോലും ഇത്രയും കാര്യമായിട്ട് ആലോചിക്കില്ല. അങ്ങനെയാണ് അവർ